നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റ് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. എന്താണ് അപ്ഡേറ്റ് നോക്കാം. സാധാരണ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതായത് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്തൊരു ക്യാമറയുടെ ചിഹ്നം കാണാൻ സാധിക്കും. ഇതായിരുന്നു നമ്മൾ സാധാരണ കണ്ടിരുന്നത്. എന്നാൽ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ് ബീറ്റ വേർഷനിലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. ലഭിച്ചില്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് നിർബന്ധമായിട്ട് ലഭിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ് പ്രകാരം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ നമുക്കിത് നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പിൻ്റെ ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു രൂപമാണ് കാണാൻ സാധിക്കുക. നിങ്ങളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, സ്റ്റാർ യുവർ കമ്മ്യൂണിറ്റി എന്നുള്ള ഓപ്ഷൻ. അതായത് നമുക്കിവിടെ ഈ ഒരു ഫീച്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് ഗ്രൂപ്പ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. ഫാമിലി ഗ്രൂപ്പുകളോ അങ്ങനെ ഒരേ ഗ്രൂപ്പ് തന്നെ ഒരുപാട് പേര് അതിൻ്റെ സ്റ്റാർട്ട് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3 ആയിട്ട് അങ്ങനെ പോകും. നമുക്ക് നേരത്തെ വാട്സപ്പിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചെന്ന് 257 പേരാണെങ്കിൽ ഇപ്പോൾ 512 പേരിലേക്ക് കൂട്ടിയിട്ടുണ്ട് വാട്സപ്പ്. അപ്പോൾ ഇങ്ങനെ 512 പേരുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ രണ്ടാമത്തെ ഗ്രൂപ്പ് അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മെസ്സേജ് തന്നെ ഓരോ ഗ്രൂപ്പിനും പ്രത്യേകമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ഒരു ന്യൂസ് ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരേ മെസ്സേജ് തന്നെ ഈ 5 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ 5 ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട്, എന്നാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാട്സപ്പ് പുതിയൊരു അപ്ഡേറ്റ് ഈ കമ്മ്യൂണിറ്റി എന്നുള്ള ഫീച്ചർ കൊണ്ടുവന്നത്. അതായത് ഈ കമ്മ്യൂണിറ്റി എന്ന് കാണുന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ കമ്മ്യൂണിറ്റി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു കമ്മ്യൂണിറ്റി ടാബ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, താഴെ കമ്മ്യൂണിറ്റി ഡിസ്ക്രിപ്ഷൻ ഈ ഗ്രൂപ്പ് എന്തിനുള്ളതാണെന്നുള്ളൊരു ഡീറ്റെയിൽസ് കൊടുക്കുക. ശേഷം ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തന്നുകൊണ്ട് ജസ്റ്റ് ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് കമ്മ്യൂണിറ്റി നെയിം ഇവിടെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് ശേഷം ഈ വലതു ഭാഗത്തേക്കുള്ള അരോമാർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതൊക്കെ ഗ്രൂപ്പുകളാണോ നിങ്ങളുടെ കയ്യിലുള്ളത്, അതായത് ഒരേ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പുകൾ, ഇപ്പോൾ ന്യൂസുമായി ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പാണെങ്കിൽ അത്തരം, അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും. 1, 2, 3 അങ്ങനെ നമ്പർ ഇട്ടിട്ട് ഓരോ ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഗ്രൂപ്പുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഇവിടെ ആഡ് എക്സിറ്റിംഗ് ഓപ്ഷൻ കാണും, നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ ക്രിയേറ്റ് ന്യൂ ഗ്രൂപ്പ് എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഇവിടെ ആഡ് എക്സിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോൺ നമ്മൾ അഡ്മിൻ ആയിരിക്കുന്ന ഗ്രൂപ്പുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. താഴെ കാണുന്ന ഭാഗത്ത് അരോമാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ വ്യക്തികൾക്കും നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മെസ്സേജ് സെൻഡ് ആകും. ശേഷം ഇനി നിങ്ങൾ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഒരു ഗ്രൂപ്പിൽ അയച്ചു കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതേ മെസ്സേജ് നിങ്ങൾ ഏതെല്ലാം ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതിനകത്തേക്ക് എല്ലാം ഒരൊറ്റ മെസ്സേജ് അയച്ചാൽ മതി, എല്ലാ ഗ്രൂപ്പിലേക്കും ഓട്ടോമാറ്റിക്കായിട്ട് സെൻഡ് ആയിപ്പോയി. അതായത് നമ്മുടെ ഗ്രൂപ്പ് നമ്മൾ ടോട്ടലി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളും ഏകോപിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ് കമ്മ്യൂണിറ്റി ഫീച്ചർ. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ എത്ര ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും ഇത്തരത്തിൽ പേഴ്സണലായിട്ടൊരു നമ്മൾ മെസ്സേജ് പോവുകയും അവർക്ക് ഇത്തരത്തിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഏതെങ്കിലും ഗ്രൂപ്പിൽ മെമ്പറുകൾ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇൻവൈറ്റ് മെമ്പേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഗ്രൂപ്പ് ലിങ്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡീആക്റ്റീവ് കമ്മ്യൂണിറ്റിയുടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് സ്കൂൾ അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഫാമിലി ഗ്രൂപ്പുകളോ മറ്റോ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്പേസിൽ വെച്ച് നിങ്ങൾക്ക് എല്ലാ ഗ്രൂപ്പും കൂടെ ലിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കുന്ന പുതിയൊരു ഫീച്ചറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുള്ള സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.